നഗരമായ ബംഗളൂരുവിനെയും രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് ട്രെയിൻ സർവീസിന് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം ഔദ്യോഗിക അനുമതി നൽകിയിട്ടുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് അടുത്തിടെ സ്ഥിരീകരിച്ചു. ഏറെക്കാലമായി ഉയരുന്ന ആവശ്യമാണ് ഇതോടെ പൂർത്തീകരിക്കപ്പെടുക. ഇരു നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേഗതയേറിയ ഒരു ട്രെയിൻ ആവശ്യമാണെന്ന് ദീർഘകാലമായി തുടരുന്ന ചർച്ചയാണ്. ബംഗളൂരുവിനും മുംബൈക്കുമിടയിൽ ഓടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഓൺലൈനായി നടത്തവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. NDA സർക്കാരിൽ നിന്ന് കർണാടകയ്ക്കുള്ള റെയിൽവേ ഫണ്ടുകളിൽ കുത്തനെ വർധന വന്നിട്ടുണ്ടെന്നും മന്ത്രി അവകാശപ്പെട്ടു. സംസ്ഥാനത്തുടനീളം പ്രധാനപ്പെട്ട റെയിൽവേ പദ്ധതികൾ വരാൻ ഈ ഫണ്ടിംഗ് കാരണമായിട്ടുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം കർണാടകയിലെ 61 റെയിൽവേ സ്റ്റേഷനുകളാണ് പുനർനിർമ്മിക്കപ്പെടുന്നത്. ഇതിനായി 2160 കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 9 സ്റ്റേഷനുകൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ബംഗളൂരു കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ 485 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിക്കുന്നുണ്ട്. യശ്വന്ത്പൂർ സ്റ്റേഷൻ 367 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മിക്കുന്നത്. 2014 മുതൽ കർണാടകയിൽ ഏകദേശം 1750 കിലോമീറ്റർ പുതിയ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഹാസൻ മംഗളൂരു റെയിൽവേ മേഖലയിലെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഈയിടെയാണ്. ഇവിടെ പരീക്ഷണോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ നിലവിൽ 12 ജോഡി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട്. ബംഗളൂരു മംഗളൂരു റൂട്ട് പരീക്ഷണ പരിപാടികൾ വിജയകരമായി പൂർത്തീകരിച്ച മാഡ്ഗാവ് വരെയുള്ള തീരദേശ മേഖലയിലെ റെയിൽ കണക്ടിവിറ്റിയിൽ വലിയ പുരോഗമനം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനെല്ലാം പുറമെ ബംഗളൂരു സബർബൻ റെയിൽവേ പദ്ധതി പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബംഗളൂരുവിന്റെ ചിരകാല സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിഭാവനം ചെയ്യുകയും പല കാരണങ്ങളാൽ നടപ്പാകാതെ പോവുകയും ചെയ്ത പദ്ധതിയാണിത്. പദ്ധതിക്ക് വേണ്ടി പലയിടത്തും ഭൂമിയേറ്റെടുക്കൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഈ പദ്ധതിയുടെ 4 കോറിഡോറുകളിൽ ഒന്നിന്റെ ഭൂമിയേറ്റെടുക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. KSR ബംഗളൂരു ദേവനഹള്ളി കോറിഡോറിന്റെ അലൈൻമെന്റിന് കർണാടക സർക്കാരിൽ നിന്നും റെയിൽവേയിൽ നിന്നും സംയുക്ത അനുമതി ലഭിച്ചിട്ടുണ്ട്. അവിടെ ജിയോ ടെക്നിക്കൽ സർവേകളും പൂർത്തിയായിട്ടുണ്ട്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് സുരക്ഷാ സംവിധാനം ഇതിലുണ്ട്. യാത്രക്കാർക്ക് മികച്ച വിശ്രമം നൽകുന്നതിനായി എർഗണോമിക് ഡിസൈനിലുള്ള ബെർത്തുകൾ, ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ ഈ സർവീസിന്റെ കൃത്യമായ ഉദ്ഘാടന തീയതി, സമയവിവരങ്ങൾ, ടിക്കറ്റ് നിരക്കുകൾ എന്നിവ റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതിനിടെ ബംഗളൂരു മുംബൈ റൂട്ടിലുള്ള പുതിയ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ബംഗളൂരു, ഹുബ്ബള്ളി, ധാർവാഡ്, ബെളഗാവി, പൂനെ, മുംബൈ എന്നിവിടങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പുതിയ സർവീസ് ഏറെ ആശ്വാസമാണ്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്നും ബംഗളൂരുവും മുംബൈയും തമ്മിൽ ഉടൻ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദക്ഷിണ പശ്ചിമ റെയിൽവേ മേഖലയാണ് ട്രെയിൻ പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ബംഗളൂരിലെ SR വിശ്വേശ്വരയ്യ ടെർമിനലിനും മുംബൈയിലെ ലോകമാന്യ തിലക് ടെർമിനസിനും ഇടയിൽ പുതിയ ട്രെയിൻ സർവീസ് നടത്തും. 24 മണിക്കൂർ കൊണ്ട് 1210 കിലോമീറ്റർ ദൂരം ട്രെയിൻ പിന്നിടും. 23 ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ പതിവ് സർവീസുകൾ ആരംഭിക്കും. 24 മുതൽ മുംബൈയിൽ നിന്നുള്ള സർവീസുകൾ ആരംഭിക്കും. ആകെ 15 സ്റ്റോപ്പുകളാണ് ഉണ്ടാകുക. ഇതിനിടയിൽ കർണാടകയിൽ തുമകുരു, ദാവൻഗരെ, SSS ഹുബ്ബള്ളി, ധാർവാഡ്, ബെളഗാവി എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. ഉദ്ഘാടന സ്പെഷ്യലായ SMVT ബംഗളൂരു ലോക്മാന്യ തിലക് ടെർമിനൽ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് SMVT ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ 10 ലോകമാന്യ തിലക് ടെർമിനലിൽ എത്തിച്ചേർന്നു. സ്ലീപ്പർ ക്ലാസിന് 750 രൂപയും AC 3 ടയറിന് 1880 രൂപയും AC 2 ടയറിന് 2575 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം മുംബൈ, ബംഗളൂരു ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഭാവിയിൽ 7000 കിലോമീറ്ററായി വികസിപ്പിക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. ബംഗളൂരു സബർബൻ റെയിൽവേ പദ്ധതിയുടെ 4 ഇടനാഴികളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.